ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായ ഡാർക്ക് ജെയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ദൈവത്തിന് വിട്ട് ചാത്തനെ ആരാധിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു മൂവിയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ഒരാള് അമ്പലത്തിൽ വന്ന് ദൈവത്തിനോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ കുടുംബത്തിന് ഒരു ഭക്ഷണം പോലും കഴിക്കാനില്ല, എന്തെങ്കിലും വഴി കാണിക്കണമെന്ന്. ഇത് കേട്ടോണ്ടിരുന്ന ഒരാള് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്നും ഞാൻ വേറെ ഒരു സ്ഥലം പറയാ, അവിടെ പോയി നീ പ്രാർത്ഥിച്ചു നോക്ക്, കാര്യം നടക്കുമെന്നും പറയുന്നുണ്ട്. അയാൾ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് ഈ ഒരാള് പോയി നോക്കുന്നുണ്ട്. ഒരുപാട് തപ്പിയതിനു ശേഷം അവിടെ ഒരു ബിംബം കാണാണ്, ഒരു ചാത്തന്റെ പ്രതിമ. ഇയാൾക്ക് അതെന്താണെന്നോ ആരാണെന്നോ അറിയില്ല. പക്ഷെ എന്റെ കുടുംബത്തിന് കഴിക്കാനായി ഒരു നാഴി നെല്ല് തരണമെന്ന് അയാള് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞതും അയാളുടെ കാൽ ചുവട്ടിലായിട്ട് ആ ഒരു നെല്ല് വന്ന് നിൽക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഈ ചാത്തൻ മറുപടി തരുമായിരുന്നു. അങ്ങനെ അയാൾ സ്ഥിരമായിട്ട് അവിടെ വരാനായിട്ട് തുടങ്ങാണ്. അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അയാള് മനസ്സിൽ വിചാരിച്ച പോലെ ചാക്ക് കണക്കിന് അരി അയാൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ദിവസം ആള് തന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അന്നാള് അരിയല്ല ചോദിച്ചത്, അച്ഛൻ പറഞ്ഞതനുസരിച്ച് സ്വർണ്ണ നാണയം ചോദിക്കുന്നുണ്ട്. അത് ആ ഒരു ചാത്തൻ കൊടുക്കുന്നുമുണ്ട്. ഒരുപാട് സ്വർണം ചോദിക്കാൻ ആ ഒരു അച്ഛൻ പറഞ്ഞതും മകൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വർണം വന്നതും അത് അവിടെ നിന്ന് മാഞ്ഞു പോകാണ്. ഇനി നിനക്ക് എന്തെങ്കിലും നിറവേറണമെന്നുണ്ടെങ്കിൽ നിന്റെ പരമ്പരയിലുള്ള ഒരു ശിശുവിനെ, അമ്മയുടെ വയറ്റിലുള്ള ഒരു കുഞ്ഞിനെ ബലി നൽകണമെന്ന് ആ ഒരു ചാത്തൻ പറയാണ്. അയാളോട് ഇതിനെ പറ്റി പറഞ്ഞു കൊടുത്ത ആ ഒരാളില്ലേ, അയാൾ പോയി കണ്ടി കാര്യം ആള് പറയുന്നുണ്ട്. ആ സ്വാമി അപ്പൊ പറയുന്നത്, നീ ഇനി അവിടേക്ക് പോകാൻ നിക്കണ്ട, നിന്റെ ആവശ്യം എന്താണോ അത് നിറവേറിയില്ലേ അതോടുകൂടി നിർത്തിക്കോ, ഇനി ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പാരമ്പര്യം തന്നെ ഇല്ലാതാകുമെന്ന്. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആയിട്ടുള്ള കാർത്തികിനെ കാണിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് കാർത്തികിന് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാർത്തികിന് ഇപ്പൊ ബാധ്യത കൊണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് ചോദിക്കാനായിട്ട് ശിവ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും നാളെ ഒപ്പിച്ച് തരാന്ന് പറഞ്ഞ് കാർത്തിക് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോ ശിവന്റെ ഭാര്യ അവനെ ഒരുപാട് ചീത്ത പറയാണ്. ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, ഇല്ലാതെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് എന്തിനാ, അവനോട് മര്യാദക്ക് പൈസ തരാനൊക്കെ ആ ഭാര്യ ശിവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശിവൻ ഉറപ്പായിട്ടും തന്റെ സുഹൃത്ത് തിരിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. നമ്മുടെ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള കീർത്തന രാത്രി അവളുടെ വയറ്റിൽ എന്തോ വന്ന് തൊടുന്ന പോലെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. പ്രഗ്നൻസി കിറ്റ് എടുത്ത് അവള് ബാത്റൂമിൽ പോയി ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വരാണ്. കാർത്തിക്കിന് ഒരു കോള് വരുന്നുണ്ട്. അത് കേട്ടതും അവൻ വേഗം വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയോടും, അതായത് ഹീറോയിൻ ആയിട്ടുള്ള കീർത്തന അനിയത്തി ദീപ്തിയോടും പാക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഗ്രാമത്തിൽ അവരുടെ മുത്തശ്ശൻ ഇപ്പൊ ജീവനോടെ ഉണ്ടെന്നും മുത്തശ്ശന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലേക്ക് മാറ്റണമെങ്കിൽ ഇവർ അവിടേക്ക് പോകണമെന്നും ഒരു സെന്തിൽ എന്ന് പറഞ്ഞ അവിടുത്തെ കാര്യസ്ഥൻ വിളിച്ചു പറഞ്ഞു അത്രേ. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോകാനാണ് അവര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കീർത്തനക്കും ദീപ്തിക്കും ഇതിൽ തീരെ താല്പര്യം ഇല്ലെങ്കിലും കാർത്തിക്കിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിറ്റിട്ട് അവന്റെ കടങ്ങൾ തീർക്കാമെന്നാണ് അവൻ കരുതുന്നത്. ശിവ പിറ്റേ ദിവസം കാർത്തികിനെ കാണാനായി എത്തുന്നുണ്ടെങ്കിലും അവൻ ഗ്രാമത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ ശിവക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. അവസാനം അവർ ആ ഒരു വീട്ടിലെത്തുന്നുണ്ട്. ആ ഒരു വീട് മാറാലയെല്ലാം പിടിച്ച് ആകെ നശിച്ച നിലയിലായിരുന്നു. ഈ ഒരു വീട് വിറ്റിട്ടാണോ നീ നിന്റെ കട തീർക്കാൻ പോകുന്നതെന്ന് ദീപ്തി അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അവിടെ കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കീർത്തനക്ക് വയറ് വേദനിക്കുകയാണ്. ആ സമയത്താണ് ദീപ്തിയോടും തന്റെ ഭർത്താവായിട്ടുള്ള കാർത്തികിനോടും താൻ ഗർഭിണിയാണെന്നുള്ള വിവരം അവള് റിവീൽ ചെയ്യുന്നത്. ഇത്ര ദിവസം അവരെന്തോ ചെറിയ ഫൈറ്റിലായിരുന്നു, അതുകൊണ്ടാണ് അവൾ ഇതിനെ പറ്റി പറയാതിരുന്നത്. അവര് നേരെ മുത്തശ്ശൻ കിടക്കുന്ന റൂമിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശൻ നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാതെ അവിടെ കിടക്കാണ്. അവരോട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നാൽ കീർത്തനയുടെ വയറ്റിലേക്ക് തന്നെ മുത്തശ്ശൻ ഒറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സെന്തിൽ എന്ന് പറഞ്ഞ അവരെ വിളിച്ച ആൾ അവിടേക്ക് വരുന്നുണ്ട്. എന്തോ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കാനുണ്ടെന്നും കുറച്ചു ദിവസം ഇവിടെ തങ്ങേണ്ടി വരുമെന്നും പറഞ്ഞ് സെന്തിൽ അവിടെ നിന്ന് പോകാണ്. അവരെല്ലാവരും കൂടി അതെല്ലാം ക്ലീൻ ചെയ്യാണ്. അന്ന് രാത്രി കീർത്തനയും കാർത്തിക്കും കിടന്നുറങ്ങുന്ന സമയത്ത് എന്തോ നിഴല് പോലെ അവൻ കണ്ട് ജനലിലൂടെ നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് അറിയാനായിട്ട് കീർത്തനോട് പറഞ്ഞ് കാർത്തിക് പുറത്തു പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ബോറടിച്ചുകൊണ്ട് തന്നെ അവളും ഗ്രാമം കാണാനായി പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്ത് കീർത്തന മുത്തശ്ശന്റെ അടുത്ത് പോയി താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞ് അനുഗ്രഹം വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ അവളുടെ വയറ്റിലേക്ക് തന്നെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇഷ്ടപ്പെടാതെ കീർത്തന അവിടെ നിന്ന് പോകാണ്. ഒറ്റയ്ക്കിരിക്കുന്ന ദീപ്തിയുടെ അടുത്തേക്ക് സന്ദീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ വരുന്നുണ്ട്. സിറ്റിയിലായിരുന്ന സമയത്ത് ഈ സന്ദീപ് ദീപ്തിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു. അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സന്ദീപ്. ഇങ്ങനെ പിന്നാലെ നടന്നെങ്കിലും ദീപ്തി ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് അവൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. എന്നാൽ ദീപ്തിക്ക് അവനെ കണ്ണിന് നേരെ കണ്ടൂടായിരുന്നു. ഈ ചേട്ടനും അനിയത്തിയും തീരെ ചേരില്ല. അവർ ഏത് നേരം വഴക്കാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ബാത്റൂമിൽ പോയി ദീപ്തി അവിടേക്ക് വരുന്നുണ്ട്. ബാത്റൂം ഒരുപാട് അകലെ ആയതുകൊണ്ട് തന്നെ അവൾ അവളുടെ ചേട്ടന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി കാർത്തിക് എന്തെങ്കിലും ഞങ്ങളോട് മിണ്ടാനായി അപേക്ഷിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അയാൾ ഒന്നും തന്നെ കഴിക്കുന്നില്ല. ദീപ്തി എവിടെയെല്ലാം പോകുന്നോ അവിടെ എല്ലാം സന്ദീപ് അവളെ
ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങാണ്. തന്റെ ചേട്ടനോട് പറഞ്ഞ അവനക്ക് നല്ല വഴക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇവിടെ ശിവയുടെ ഭാര്യ വേഗം കാർത്തികിന്റെ ആ ഒരു നാട്ടിലേക്ക് പോയി അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ വാങ്ങി കൊണ്ടുവരാനായി തന്റെ ഭർത്താവിനെ അയക്കുന്നുണ്ട്. രാത്രി സമയത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ദീപ്തിക്ക് എന്തോ ശബ്ദം കേട്ട് അവളെ എണീറ്റ് നോക്കുന്നുണ്ട്. അവൾ എന്തോ നിഴല് കാണാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ ഒരു കറുത്ത നിഴൽ അതിലെ പോകുന്നതായിട്ട് അവള് കാണുന്നുണ്ട്. വേഗം അവള് പൊതിച്ചു മൂടി പേടിച്ചു കിടക്കാണ്. പിറ്റേ ദിവസം കാർത്തിക് സെന്തിൽ അന്ന് വന്നു പോയതായിരുന്നല്ലോ. അവനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തോണ്ട് അവനെ പറ്റി അന്വേഷിക്കാനായി പുറത്തിറങ്ങുന്നുണ്ട്. ആ സമയത്ത് ദീപ്തി മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഒരു പോലീസുകാരൻ ആ സമയത്ത് ഒരു അനുവാദവും ഇല്ലാതെ ആ വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ദീപ്തിയെ ഒരു മാതിരി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വെള്ളം ചോദിക്കുന്നുണ്ട്. ദീപ്തി അത് എടുത്തു കൊടുക്കാണ്. ഒന്നും രണ്ടും ചോദിച്ചതിന് ശേഷം അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ദീപ്തിന്റെ അടുത്തേക്ക് വന്ന സന്ദീപ് ആ ഒരു വീട്ടിൽ നിന്ന് മാറാനും അവിടെ എന്തോ ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ദീപ്തി അത് വിശ്വസിക്കുന്നില്ല. ഇന്നലെ രാത്രി ദീപ്തി കണ്ട നിഴല് സന്ദീപിന്റേതായിരുന്നു. പക്ഷെ സന്ദീപ് കണ്ട കാര്യം വേറെയാണ്. ദീപ്തിയുടെ പെണ്ണിലായിട്ട് ഒരു കറുത്ത നിഴൽ അവൻ കണ്ടിരുന്നു. ഇതെല്ലാം അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് വിശ്വസിക്കുന്നില്ല. രാത്രി സമയത്ത് കാർത്തിക് ഒരു സ്വപ്നം കാണുന്നുണ്ട്. നാട്ടിൽ എന്തോ ഒരു ആഘോഷം, ഒരു അമ്മയെയും മകനെയും. അവൻ ഉറക്കത്തിൽ വർത്താനം പറയുന്നത് കേട്ട് ദീപ്തി എഴുന്നേക്കുന്നുണ്ട്. അവള് ബാത്റൂമിലേക്ക് ഒറ്റക്ക് നടന്നു പോവാണ്. ആ സമയത്ത് മുത്തശ്ശൻ നടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. റൂമിൽ പോയി നോക്കുമ്പോ മുത്തശ്ശൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പുറത്തൂടെ ഒരാള് ശംഖൂതി പോകുന്നതും അവള് ശ്രദ്ധിക്കുന്നുണ്ട്. ശിവ ഇപ്പൊ കാർത്തികിനെ അന്വേഷിച്ച് ആ ഒരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാർത്തിക് സെന്തിലിനെ കുറിച്ച് ഒരുപാട് പേരോട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആർക്കും അയാളെ വ്യക്തമായിട്ട് അറിയില്ല. ഓരോരുത്തർ ഓരോ ഉത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരാള് പറയുന്നുണ്ട് ആ ഒരു വീട്ടിൽ അധികം താമസിക്കണ്ട, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസങ്ങളെല്ലാം വരുന്നുണ്ടെന്ന്. ആ വഴിക്ക് പോകുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, പക്ഷെ അവര് ചെയ്തതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവര് സ്വയബോധത്തിലല്ല അതൊന്നും ചെയ്യുന്നതെന്നൊക്കെ. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ദീപ്തിയുടെ അടുത്തേക്ക് കാർത്തിക് വന്ന് കിടക്കുന്നുണ്ട്. ദേഷ്യത്തിൽ ദീപ്തി അവനെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ഒച്ച കേട്ട് കീർത്തനയും അവിടേക്ക് വരുന്നുണ്ട്. തന്റെ ഭർത്താവ് അനിയത്തിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് അവളും കാര്യം തിരക്കുന്നുണ്ട്. വഴിയിൽ നിൽക്കുന്ന സന്ദീപിനോട് ശിവയുടെ ഫോട്ടോ കാട്ടി ആ ഒരു പോലീസുകാരൻ ഇയാൾ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സന്ദീപിന് ആളെ അറിയില്ലായിരുന്നല്ലോ. ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറയാനായി സന്ദീപ് ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ദീപ്തിയാണ് അവനെ വിളിച്ചു വരുത്തിയതെന്ന് കരുതിയ കാർത്തിക് ദീപ്തിയുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കാണ്. ചേട്ടനും അനിയത്തിയും തീരെ ചേരില്ലായിരുന്നു. ദീപ്തി അതിൽ ഇടപെട്ടതും ദീപ്തിക്കും കേൾക്കുന്നുണ്ട് നല്ല വഴക്ക്. അവന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം വന്നതുപോലെ. പുറത്തിറങ്ങിയ കാർത്തിക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു സ്വാമി അവിടേക്ക് വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. മീരയുടെ മകനാണ് കാർത്തിക് എന്ന് ആ ഒരു സ്വാമിക്ക് അറിയാമായിരുന്നു. തന്റെ അച്ഛൻ എന്താണ് പറ്റിയതെന്ന് കാർത്തിക് ചോദിക്കുന്ന സമയത്താണ് ആ ഒരു സ്വാമി പറയുന്നത് നിന്റെ അച്ഛനെ കൊന്നത് നിന്റെ അമ്മ തന്നെയാണെന്ന്. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ദീപ്തിയുടെ മേലിലൂടെ ആരെ കേറി പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവള് പേടിച്ച് ഒച്ചയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്ത് കീർത്തനയുടെ കൂടെ കാർത്തിക്കും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. കാർത്തിക് എഴുന്നേൽക്കുന്നില്ല. കീർത്തന വന്ന് ദീപ്തിയോട് കാര്യം തിരക്കുന്നുണ്ട്. ആ സമയത്ത് ദീപ്തിയുടെ റൂമിൽ നിന്ന് ഒരു പ്രത്യേക ഭാവത്തോടുകൂടി കാർത്തിക് ഇറങ്ങി വരാണ്. അവൻ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. കീർത്തന നിർബന്ധിച്ച് ദീപ്തിയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അവനെ ഫോളോ ചെയ്ത് പോകാണ്. ആ സമയത്ത് അവന്റെ മുഖമെല്ലാം വികൃതമായി അവൻ എന്തോ മാംസം ഭക്ഷിക്കുന്നത് പോലെ ഇവര് കണ്ട് പേടിച്ചോടി അകത്തേക്ക് കയറുന്നുണ്ട്. എന്നാൽ അവര് അകത്തേക്ക് കയറിയതും കാർത്തിക് ഇപ്പോ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. നടന്നതല്ല ഇവര് രണ്ടുപേരും കാർത്തിക്കിനോട് പറയാണ്. ആ സമയത്ത് അവൻ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും പെട്ടെന്ന് ഡോറ് തന്നെ ഓപ്പൺ ആയി ഒരു ചാത്തിന്റെ നിഴൽ അവര് കാണുന്നുണ്ട്. ശിവയുടെ ഫോൺ വെള്ളത്തിൽ വീണ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ കടം കെടുത്ത ആളോട് തിരിച്ചു ചോദിക്കാനായി പോയ തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു പോലീസുകാരൻ ശിവയുടെ ഫോട്ടോ കാട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരുപാട് സ്ഥലത്ത് ശിവയുടെ ഫോട്ടോ കാട്ടി അന്വേഷിക്കുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കിയ കാർത്തിക്കും കീർത്തനയും ദീപ്തിയും അവിടെ നിന്ന് പോകാമെന്ന് കരുതുന്ന സമയത്ത് സെന്തിൽ തിരിച്ചെത്തുന്നുണ്ട്. അവനെന്തോ ഡോക്യുമെന്റ് ശരിയാക്കാനായി എവിടെയൊക്കെ പോയതായിരുന്നു. എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആണ്, ഇനി സൈൻ മാത്രം ചെയ്താൽ മതി. എന്നാൽ ഈ സ്വത്തൊന്നും തനിക്ക് വേണ്ട എന്നാണ് കാർത്തിക് പറയുന്നത്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നും തങ്ങൾ പോകാണെന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ സെന്തില് ഒരു വട്ടം മുത്തശ്ശനോട് അത് പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോളാനായിട്ട് കാർത്തിക്കിനോട് പറഞ്ഞ് ആള് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രതീക്ഷിതമായി പോകാണ്. കാർത്തിക്കിന് ഒന്നും തന്നെ പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു കടയില് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദീപ് ശിവയെ കാണുന്നുണ്ട്. അവനെ കണ്ടപ്പോഴാണ് പോലീസുകാരൻ ഫോട്ടോ വെച്ച് തപ്പി നടക്കുന്നത് ഇയാൾക്ക് വേണ്ടിയാണെന്ന് സന്ദീപിന് മനസ്സിലാവുന്നത്. അവര് സംസാരിക്കുന്നതിനിടയില് സന്ദീപിന് ശിവ വന്നിരിക്കുന്നത് കാർത്തിക്കിനെ അന്വേഷിച്ചിട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നേരെ ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി ശിവയെ സന്ദീപ് ആക്കുന്നുണ്ട്. അവൻക്ക് ആ ഒരു വീട്ടിലേക്ക് കയറാൻ പേടിയായിരുന്നു. കാരണം ഇനിയെങ്ങാനും അവനക്ക് തല്ല് കിട്ടിയാലോ. ദീപ്തിയോട് ഞാനാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയെന്ന് പ്രത്യേകം പറയണമെന്നും പറഞ്ഞിട്ടാണ് സന്ദീപ് അവിടെ നിന്ന് പോകുന്നത്. മുത്തശ്ശനോട് യാത്ര പറയാനായിട്ട് കാർത്തിക് മുത്തശ്ശന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ശിവ വാതിലിൽ വന്ന് മുട്ടാണ്. കീർത്തനയാണ് ഡോറ് തുറന്നത്. ശിവ തന്റെ അനിയത്തിയെ പോലെയാണ് കീർത്തനയെ കാണുന്നത്. അത്രയും സ്നേഹമായിരുന്നു. തങ്ങൾ പോകാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ കാർത്തിക്കിന്റെ കണ്ണിലേക്ക് തന്നെ ആ ഒരു മുത്തശ്ശൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവന്റെ മുഖഭാവം അപ്പാടെ മാറാണ്. പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അവരുടെ
കാർത്തികിന്റെ കല്യാണ ഫോട്ടോ കണ്ട കീർത്തന ഞെട്ടിപ്പോകുന്നുണ്ട്. കാർത്തികിന്റെ മുഖത്ത് അപ്പാടെ കറുത്ത മഷിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന കാർത്തിക് ശിവനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങാണ്. മാത്രല്ല ശിവയുടെ ഭാര്യനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ അത്രയും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം ശിവക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർ രണ്ടുപേരും അവിടെ വഴക്കാവുന്നുണ്ട്. കീർത്തനയും ദീപ്തിയും പിടിച്ചു മാറ്റാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. വാതിലിനടിയിലായിട്ട് ശിവയുടെ തല വെച്ച് കാർത്തിക് അവനെ അടിച്ചടിച്ച് കൊല്ലുന്നുണ്ട്. കൊന്നു കഴിഞ്ഞ് കസാരയിൽ വന്നിരിക്കുന്ന കാർത്തികിനെ ദീപ്തി ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്. അപ്പോഴാണ് അവൻക്ക് അവന്റെ ഓർമ്മ തന്നെ തിരിച്ചു കിട്ടുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ ചോദിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ശിവയെ കണ്ട് കാർത്തികും ആകെ ഷോക്ക് ആവുന്നുണ്ട്. അവൻ സ്വയബോധത്തോടെയല്ല ഇത് ചെയ്തതെന്ന് ദീപ്തിക്കും കീർത്തനക്കും മനസ്സിലാവാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഡോറിൽ ആരോ വന്ന് തട്ടുന്നുണ്ട്. വേഗം കാർത്തികിനോട് ആ ഒരു ബോഡി മാറ്റാനായി കീർത്തന ആവശ്യപ്പെടാണ്. അതുപോലെ തന്നെ ദീപ്തിയോട് കതക് തുറക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ബ്ലഡിന്റെ പാടുകളെല്ലാം കീർത്തന തുടച്ചു മാറ്റാണ്. ഡോറ് തുറന്നു നോക്കുമ്പോ കേക്കും കൊണ്ടുവന്ന് നിൽക്കുന്ന സന്ദീപിനെയാണ് കാണുന്നത്. ദേഷ്യം വന്ന ദീപ്തി വേഗം തന്നെ ഡോർ അടയ്ക്കാണ്. വീണ്ടും കഥകിൽ മുട്ടുന്നത് കേട്ട് ഡോറ് തുറന്നു നോക്കുമ്പോ അവൻ തന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലടെ പൊട്ടാന്നും പറഞ്ഞ് ദീപ്തി വാതിൽ അടച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. മൂന്നാമത്തെ വട്ടം തട്ടിയപ്പോഴും ദീപ്തി ചെന്ന് വാതിൽ തുറക്കാണ്. പക്ഷെ ഈ സമയം അവൾ എന്തോ കണ്ട് പേടിച്ച് പിന്നോട്ട് വരുന്നുണ്ട്. മുന്നില് സന്ദീപാണ് വരുന്നതെങ്കിലും പിന്നിൽ ആ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ശിവയുടെ ഫോട്ടോ ആ ഒരു പോലീസുകാരൻ കാർത്തിക്കിനും ദീപ്തിക്കും കീർത്തനക്കും കാട്ടിക്കൊടുത്ത് ആരാണെന്ന് അറിയോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവരറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സന്ദീപ് പറയുന്നുണ്ട് ഇത് കാർത്തികേട്ടന്റെ ഫ്രണ്ടാണ്, രാവിലെ ഞാനാണ് ഇയാളെ ഇവിടെ കൊണ്ടാക്കിയതെന്ന്. അതോടുകൂടി പോലീസുകാരന് സംശയം തോന്നി അവൻ എല്ലാ റൂമും ചെക്ക് ചെയ്യുമ്പോൾ ശിവയുടെ ബോഡി അവൻ കാണുന്നുണ്ട്. സന്ദീപും ആ റൂമിൽ എന്താന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോ ആ ബോഡി കണ്ട് അവൻ ആകെ ഷോക്ക് ആവാണ്. ഇതിൽ എനിക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് അവൻ പറയുന്നുണ്ട്. ദീപ്തി എന്ന കാര്യം എന്താന്ന് പോലീസുകാരനോട് വ്യക്തമാക്കാണ്. മുത്തശ്ശന്റെ സ്വത്ത് ഞങ്ങളുടെ പേരിക്ക് മാറ്റാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട്. പോലീസുകാരൻ അവരെ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ സ്വത്തുക്കളെല്ലാം അവന്റെ പേരിലേക്ക് മാറ്റി എഴുതണമെന്ന് പറയുന്നുണ്ട്. അവനും അത് സമ്മതിക്കുകയാണ്. പോലീസുകാരൻ മുത്തശ്ശൻ കിടക്കുന്ന റൂമിൽ പോയി നോക്കുമ്പോ മുത്തശ്ശൻ റൂമിൽ ഉണ്ടായിരുന്നില്ല. സെർച്ച് ചെയ്യുമ്പോ അവിടെ നിന്ന് മുത്തശ്ശന്റെ ഫോട്ടോ കിട്ടുന്നുണ്ട്. 20 വർഷം മുന്നേ ആ ഒരു മുത്തശ്ശൻ മരിച്ചു അത്രേ. സെന്തിലാണ് തങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നേന്ന് പറയുമ്പോ സെന്തിലിന്റെ ഫോട്ടോയും എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവനും മരിച്ചിട്ട് 20 വർഷമായി. വെറുതെ ഓരോ നാടക കളികൾ പറയുന്നതാണെന്ന് പോലീസുകാരനും വിചാരിക്കുകയാണ്. സ്വത്ത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ സ്വത്തിന് പകരം കീർത്തനയെ വേണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവര് തമ്മിൽ അവിടെ വലിയ ഫൈറ്റ് ആവുന്നുണ്ട്. ഫൈറ്റിനിടയിൽ ഒരു റൂമിലേക്ക് പോലീസുകാരൻ കാർത്തികിനെ തള്ളിയിട്ട് കീർത്തനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് പ്രത്യക്ഷമായ കാർത്തിക്കും കീർത്തനയെ എടുക്കണ്ട, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ദീപ്തിയെ എടുത്തോളാനായിട്ട് പറയാണ്. സ്വന്തം അനിയത്തിയുടെ മുഖത്ത് നോക്കി അവൻ അങ്ങനെ പറഞ്ഞത് അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ അവനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. കീർത്തനയുടെ കൊരക്കി പിടിച്ച് കാർത്തിക് അവനെ തള്ളിയിടാണ്. മാറ്റാൻ ചെന്ന സന്ദീപിനും കിട്ടുന്നുണ്ട് നല്ല അടി. കാർത്തിക് ഇപ്പൊ അവന്റെ തല തന്നെ ചുമരിൽ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ദീപ്തിക്ക് അത് തന്റെ ചേട്ടനല്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഏടത്തി അമ്മയോട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും കാർത്തിക്കിനെ ഒറ്റക്കിട്ട് വരാൻ അവള് തയ്യാറായിരുന്നില്ല. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ സന്ദീപ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടെങ്കിലും അവൻ ഡോറ് തുറന്നതും മുഖത്തെല്ലാം പുഴുക്കളരിച്ച ആ ഒരു മുത്തശ്ശനെയാണ് കാണുന്നത്. ആ ഒരു മുത്തശ്ശൻ സന്ദീപിനെ കൊന്നു കളയുന്നുണ്ട്. കീർത്തനയുടെയും ദീപ്തിയുടെയും മുന്നിൽ വെച്ച് തന്നെ. ദീപ്തി കീർത്തനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കാണ്. ഈ സമയത്ത് കാർത്തിക് വന്ന് ദീപ്തിയെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു റൂം അടച്ചിടാണ്. ദീപ്തിയെ തള്ളുന്നുണ്ട്. അവള് ബോധം കെട്ടി വീഴാണ്. പോലീസുകാരൻ അവിടേക്ക് വന്ന് ദീപ്തിയെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാർത്തിക് ആ ഒരു റൂമിൽ ചെന്ന് പൂജകളൊക്കെ ചെയ്യാൻ തുടങ്ങാണ്. അവിടെ എന്തോ കളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. നമ്മുടെ മൂവിയുടെ തുടക്കം കണ്ട ആ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, അത് കാർത്തിക്കിന്റെ അച്ഛനായിരുന്നു. ഇങ്ങനൊരു ബലിയുടെ കാര്യം ആ ഒരു ചാത്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്വത്തില് ഭയങ്കര മോഹം തോന്നിയ അയാളും രണ്ടാമത് ഗർഭിണിയായ തന്റെ ഭാര്യയോട് ആ ഒരു കുഞ്ഞിനെ ബലി നൽകാമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഓൾറെഡി കാർത്തിക് ഇപ്പോ കുട്ടിയായിരുന്നു, വയറ്റിലാണ് ദീപ്തി ഉള്ളത്. എന്നാൽ ആ ഒരു അമ്മ അതിന് സമ്മതിക്കുന്നില്ല. ഭാര്യ സമ്മതിക്കാത്തോണ്ട് തന്നെ ആ ഒരു അച്ഛനും അത് വേണ്ട എന്ന് തന്റെ അച്ഛനോട് പോയി പറയുന്നുണ്ട്. അതായത് ഈ ഒരു മുത്തശ്ശനോട്. എന്നാൽ മുത്തശ്ശൻ എന്തോ ഒരു മരുന്ന് കലർത്തിയ വെള്ളം മകന് കുടിക്കാൻ കൊടുക്കും. പിന്നെ മുത്തശ്ശൻ പറയുന്നതെല്ലാം ആ ഒരു മകൻ കേൾക്കാനായിട്ട് തുടങ്ങാണ്. കാർത്തികിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യയെ അയാള് ഒരു പൂജാ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു റൂമില് ആ ഒരു മുത്തശ്ശൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു അമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ കാർത്തികിന്റെ അച്ഛനെ ആ ഒരു മുത്തശ്ശൻ അവരെ പോയി പിടിച്ചുകൊണ്ട് വരാനായിട്ട് അയക്കാണ്. സ്വയബോധം ഇല്ലാതെയാണ് ആ ഒരു അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത്.
ചെയ്യുന്നത്. തന്റെ മക്കൾക്ക് ഇത് ആപത്താണെന്ന് മനസ്സിലാക്കിയ ഒരു അമ്മയും ഒരു കുറ്റിയെടുത്ത് തന്റെ ഭർത്താവിന്റെ വയറ്റിൽ കുത്തിക്കയറ്റി അവനെ കൊന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശൻ ബലി കൊടുക്കണമെന്ന് ഉറപ്പിച്ച് തന്റെ മകളെയും മരുമകനെയും അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. മരുമകനാണ് ഈ ഒരു സെന്തിൽ. അവനെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. മകളെ ആ ഒരു പൂജാ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ നിറഗർഭിണിയായ അവളെ ബലി കൊടുക്കാണ്. ഇത് സെന്തിലും കൂടി അറിഞ്ഞിട്ടായിരുന്നു. സെന്തിൽ ആ ഒരു മുത്തശ്ശന് സപ്പോർട്ടായിരുന്നു. എന്നാൽ ചാത്തന്റെ അടുത്ത് പോയ മുത്തശ്ശന് ഒന്നും തന്നെ കിട്ടിയില്ല. കാരണം അവന്റെ വംശത്തിലുള്ള കുഞ്ഞിനെയാണ് ബലി നൽകാനായി ചാത്തൻ ആവശ്യപ്പെട്ടത്. ഇത് അവന്റെ വംശത്തിലുള്ളതല്ലല്ലോ, മകളല്ലേ. അതുകൊണ്ട് വംശത്തിലുള്ള ശിശുവിന് ബലി നൽകണമെന്ന ആ ഒരു മുത്തശ്ശനും കരുതുന്നുണ്ട്. അമാവാസിയില് 12 മണിക്ക് അത് ചെയ്യണമെന്നാണ് ചാത്തൻ പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശന്റെ ആ ഒരു വശീകരണ തന്ത്രം ഉപയോഗിച്ച് ഇപ്പോ കാർത്തിക് അവന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പോകാണ്. പക്ഷെ പെട്ടെന്ന് അവനക്ക് ബോധം തിരിച്ചു വരുന്നുണ്ട്. അവന്റെ അമ്മയാണ് അവനെ അവിടെ വന്ന് രക്ഷിച്ചത്. ഒരു സൂചി എടുത്ത കാർത്തിക് തന്റെ ഭാര്യയുടെ വയറ്റിലായിട്ട് കുത്തുന്നുണ്ട്. ആ ഒരു ചോര ചാത്തന്റെ ആ ഒരു പ്രതിമയിലേക്ക് തെറിക്കാണ്. രണ്ടുപേരും അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ആശുപത്രിയില് സ്കാനിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കീർത്തന. പക്ഷെ അവളുടെ വയറ്റില് കുട്ടിയില്ലാന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കാർത്തിക് ഇപ്പോ സെല്ലിലാണ് ഉള്ളത്. ആക്ച്വലി കാർത്തിക്കിന് ഇതെല്ലാം അറിയായിരുന്നു. അന്ന് ആ ഒരു സ്വാമി വന്ന് സംസാരിച്ചപ്പോ ഈ കാര്യങ്ങളെല്ലാം കാർത്തിക്കിനോട് ആ ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരേ ഒരു രക്ഷ മാത്രമേ ഉള്ളൂ. അന്ന് കാർത്തിക്കിന്റെ അച്ഛൻ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ആ ഒരു സ്വാമി ഇല്ലേ, അവന്റെ മകന്റെ അടുത്ത് കാർത്തിക് പോകുന്നുണ്ട്. തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് ആൾക്കാര് സഹായം ചോദിച്ചു വരുമെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. ഇവരുടെ ഈ ഒരു കുടുംബത്തില് ഇനി വളരുന്ന ആ ഒരു കുട്ടിയുടെ ഒപ്പം തന്നെ ചാത്തനും വളരുമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കുട്ടിയെ ബലി കൊടുക്കണമെന്ന് ചാത്തൻ പറഞ്ഞത്. ലോകത്തെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു വിത്താണ് അവന്റെ ഭാര്യയുടെ വയറ്റിൽ ഉള്ളതെന്നും ഭാര്യയുടെ വയറ്റിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് കുരു ഉണ്ടെന്നും അത് കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചാത്തൻ പോകുമെന്ന് ഈ ഒരു സാമിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നീട് അവളുടെ വയറ്റിൽ എന്തായാലും ഒരു കുട്ടി ഉണ്ടാവും. അത് ഒരു ദൈവത്തിന്റെ കുട്ടിയാണെന്നും ആ ഒരു കുട്ടിയാണ് ഇനി ലോകം രക്ഷിക്കാൻ പോകുന്നതെന്നുമാണ് സാമി പറഞ്ഞത്. പക്ഷെ ഇതൊന്നല്ല സംഭവിച്ചത്. കാരണം ആ ഒരു സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കുരു കുത്തിപ്പൊട്ടിക്കുന്ന സമയത്ത് അതിന്റെ രക്തം ചാത്തന്റെ പ്രതിമയിൽ ആകരുതെന്ന്. പക്ഷെ ചാത്തന്റെ പ്രതിമയിൽ ആ രക്തം ആകുന്നുണ്ട്. അതുകൊണ്ടാണ് കീർത്തനയുടെ വയറ്റിലുള്ള കുട്ടി ഇല്ലാതായത്. ചാത്തനും ദൈവവും ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ ചാത്തനെ ഇനി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്